വെടിനിർത്തൽ പുതിയ ശുപാർശകൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇന്നലെ നടത്തിയ വെടിവയ്പ്പുകളിലും ബോംബിങ്ങിലും 60 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 31 പേരും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 62,064 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലയായ സെയ്ത്താൻ വളഞ്ഞ ഇസ്രായേൽ ടാങ്കുകൾ പ്രദേശത്തെ 450-ലേറെ വീടുകൾ ബോംബ് വെച്ച് തകർത്തു. സബ്ര മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുന്നുമെന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ പട്ടിണി തടയാൻ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് UN മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് കുറ്റപ്പെടുത്തി. പട്ടിണി മൂലം ഇന്നലെ 3 പലസ്തീൻകാർ കൂടി മരിച്ചു. ലോകത്തെ സംഘർഷ മേഖലകളിൽ കഴിഞ്ഞ വർഷം 383 സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഇതിൽ 180 പേരും ഗാസയിലാണെന്നും UN ജീവകാരുണ്യ വിഭാഗം അറിയിച്ചു. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് തയ്യാറാക്കിയ 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് ഹമാസ് തിങ്കളാഴ്ച അംഗീകരിച്ചത്. ഹമാസിന്റെ മറുപടി പഠിച്ചുവരികയാണെന്ന് മാത്രമാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ശേഷിക്കുന്ന 50 ബന്ദികളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഇസ്രായേൽ ഉയർത്തിയതായും റിപ്പോർട്ടുണ്ട്. ബന്ദികളെ 2 ഘട്ടമായി മോചിപ്പിക്കുമെന്നാണ് പദ്ധതിയിലുള്ളത്. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. എന്നാൽ വെടിനിർത്തൽ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് ഖത്തർ അറിയിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് ശ്രമിക്കുന്നത്. ഈ സമയത്ത് തടവുകാരെയും ബന്ദികളെയും കൈമാറുകയും ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. നമ്മൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ നീക്കം പരാജയപ്പെട്ടാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഇതിനാൽ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് വെടിനിർത്തലിനായി സാധ്യമായതെല്ലാം ഖത്തർ ചെയ്യുന്നുണ്ടെന്ന് അൽ അൻസാരി പറഞ്ഞു. ഇതിനിടെ ഗാസയിൽ തടവിലാക്കപ്പെട്ട 50 ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഹമാസ് അംഗീകരിച്ച 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അംഗീകരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായ വെടിനിർത്തലും മറ്റു ബന്ദികളെ തിരിച്ചയക്കലും സംബന്ധിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ജീവിച്ചിരിക്കുന്ന 10 ബന്ദികളെയും 18 ബന്ദികളുടെ മൃതദേഹവും കൈമാറുമെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. 22 മാസത്തെ യുദ്ധത്തിന് ശേഷവും 50 ബന്ദികളിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് ഇസ്രായേൽ അധികൃതർ കരുതുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കഴിഞ്ഞ 15-ന് US-ലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകർക്ക് പ്രത്യേക ദൗത്യം കൂടി ഏൽപ്പിച്ചിരുന്നു. പുടിന്റെ മലമൂത്ര വിസർജനം പ്രത്യേക ബാഗിൽ ശേഖരിച്ച് റഷ്യയിൽ തിരിച്ചെത്തിക്കുക. അലാസ്കയിലെ ആങ്കറേജിലുള്ള ജോയിന്റ് ബോസ് എൽമണ്ട് ഓഫ് റിച്ചാർഡ്സണിലായിരുന്നു ട്രംപ് പുടിൻ ചർച്ച. ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ പാരീസ് മാച്ചിലെ അന്വേഷണാത്മക പത്രവിഭാഗമായ മിഖായിൽ റൂബിനും റെജീസ് ജെന്നും എതിരത് എക്സ്പ്രസ് US പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പുടിന്റെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ള മാലിന്യം പ്രത്യേക ബാഗുകളിൽ ശേഖരിച്ച് ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സ്യൂട്ട് കേസുകളിൽ മോസ്കോയിലേക്ക് തിരിച്ചെത്തിക്കാനായിരുന്നു നിർദ്ദേശം. റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ അംഗങ്ങൾക്കായിരുന്നു ഇതിന്റെ ചുമതല. 72 വയസ്സായ പുടിന്റെ മലമൂത്ര വിസർജനത്തിന്റെ സാമ്പിളുകൾ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അസാധാരണ നടപടി. അതേസമയം അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ വർഷങ്ങളായി പിന്തുടരുന്ന സുരക്ഷാ നടപടിയാണിതെന്നാണ് റിപ്പോർട്ടുകൾ. 2017-ൽ പുടിൻ ഫ്രാൻസിൽ സന്ദർശനം നടത്തിയപ്പോൾ അത്തരമൊരു സുരക്ഷാ നടപടി നിലവിലുണ്ടായിരുന്നുവെന്ന് എക്സ്പ്രസ് US റിപ്പോർട്ട് ചെയ്യുന്നു. 2018-ൽ പുടിൻ വിയന്നയിൽ സന്ദർശനം നടത്തിയപ്പോൾ അത്തരമൊരു സുരക്ഷാ നടപടി നിലവിലുണ്ടായിരുന്നുവെന്ന് ഫരീദ റുസ്തമോവ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയ്ക്കായി 97 LCA Mark 1 പോർവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് ചൊവ്വാഴ്ച കേന്ദ്രം അനുമതി നൽകി. 97 LCA Mark 1 പോർവിമാനങ്ങൾ വാങ്ങാനുള്ള അന്തിമ അനുമതി ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല യോഗമാണ് നൽകിയത്. ഇത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് വിമാനങ്ങൾ നിർമ്മിക്കാൻ വഴിയൊരുക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ ANIയോട് പറഞ്ഞു. LCA Mark 1 പോർവിമാനങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർഡറാണിത്. കെനി മുന്നേ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 48,000 കോടി രൂപയ്ക്ക് 83 വിമാനങ്ങൾക്കായി ഓർഡർ നൽകിയിരുന്നു. പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഈ പദ്ധതിയിലൂടെ വ്യോമസേന ലക്ഷ്യമിടുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വ്യോമസേനയുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള തദ്ദേശീയ പോർവിമാന പദ്ധതി തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള പ്രതിരോധ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാകുമെന്നാണ് കരുതുന്നത്. വ്യോമസേനയ്ക്ക് ആദ്യം വിതരണം ചെയ്ത 40 LCAകളേക്കാൾ നവീന ഏവിയോണിക്സും റഡാറും LCA Mark 1 വിമാനത്തിലുണ്ട്. പുതിയ LCA Mark 1യിലെ തദ്ദേശീയ ഭാഗങ്ങൾ 65% കൂടുതലായിരിക്കും.
യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ യുക്രൈനിൽ റഷ്യയുടെ വൻ വ്യോമാക്രമണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യു.എസിൽ സജീവമായി നടക്കുന്നതിനിടയിലും റഷ്യ ആക്രമണം തുടരുകയായിരുന്നുവെന്ന് യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചു. റഷ്യ ഒറ്റരാത്രിയിൽ 270 ഡ്രോണുകളും 10 മിസൈലുകളുമാണ് യുക്രൈനിലേക്ക് തൊടുത്തത്. യുക്രൈനിലെ ഏക എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന മധ്യ പോൾട്ടാവ മേഖലയിലെ ഊർജ്ജ പ്ലാന്റുകൾ റഷ്യ ലക്ഷ്യമിട്ടതായും ഇത് വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമായതായും യുക്രൈൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഈ മാസത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും വിളിച്ചുകൂട്ടിയതിനു ശേഷമായിരുന്നു റഷ്യൻ ആക്രമണം. ഇതിനിടെ ഈ വർഷം തുടക്കത്തിൽ തുർക്കിയിൽ ഇസ്താംബുളിൽ നടന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായി ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട സൈനികരുടെ കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറിയതായി റഷ്യയും യുക്രൈനും അറിയിച്ചു. ഇന്ന് നമ്മൾ യുക്രൈനിയൻ സായുധ സേനയിലെ 1000 സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറി. അവർ നമുക്ക് 19 സൈനികരുടെ മൃതദേഹവും നൽകി. റഷ്യൻ പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് വാഡി മെഡിൻസ്കി ടെലിഗ്രാമിലൂടെ അറിയിച്ചു. സമാധാനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരു ടി.വി. അഭിമുഖത്തിലാണ് ട്രംപ് പരാമർശം നടത്തിയത്. പുടിൻ എന്ത് ചെയ്യുമെന്നത് എത്ര ആഴ്ചകൾക്കുള്ളിൽ വ്യക്തമാകുമെന്നും സൂചിപ്പിച്ചു. സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ പുടിൻ കഠിനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസ് ഉച്ചകോടി സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയ്ക്കായി റഷ്യ യുക്രൈൻ യു.എസ്. ത്രികക്ഷി സമ്മേളനത്തിന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാക്കാൻ യു.എസ്. ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. യു.എസ്. സംരക്ഷണത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തത്. യു.എസ്. രഹസ്യ സർവീസാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് സെലൻസ്കി ചർച്ചയിലാണ് അടുത്ത ഘട്ടത്തിൽ പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച ഒരുക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷമാണ് റഷ്യ യുക്രൈൻ യു.എസ്. ത്രികക്ഷി സമ്മേളനം നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ ആശങ്കയുണർത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സജീവ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും രോഗത്തിന്റെ ഉറവിടം ഇനിയും വ്യക്തമാകാതെയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വെല്ലുവിളിയാകുന്നത്. കുളത്തിൽ നിന്നാകാം അമീബ ബാധയുണ്ടായതെന്ന് വിലയിരുത്തലുണ്ടായെങ്കിലും കിണറുകളിൽ പോലും അപകടകാരിയായ അമീബയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നതോടെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും അത് വെല്ലുവിളിയാകുന്നു. 3 മാസം പ്രായമുള്ള കുട്ടിയടക്കം 5 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ വർഷം ചികിത്സ തേടിയ 22 പേരിൽ 8 പേർ മരണപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ 8 പേർക്കാണ് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ മരിച്ചു. അതിനിടെ രോഗം ബാധിച്ച് വ്യാഴാഴ്ച മരിച്ച താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറപ്പോയിൽ അനയുടെ 7 വയസ്സുള്ള ഇളയ സഹോദരനും തിങ്കളാഴ്ച രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. പനി ബാധിച്ചതിനെ തുടർന്ന് ഈ കുട്ടിയുടെ രക്തസാമ്പിൾ നട്ടെല്ലിൽ നിന്നെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. ഈ കുട്ടി ഉൾപ്പെടെ അനയുടെ 2 സഹോദരന്മാർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അനയും സഹോദരങ്ങളും 3 ആഴ്ച മുൻപ് വീടിന് സമീപത്തെ കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തിയിരുന്നു. ഈ കുളത്തിൽ ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ക്ലോറിനേഷൻ നടത്തുകയും അന പഠിച്ച സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ 40-കാരനും ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞും ചികിത്സയിലുണ്ട്. ഇതിൽ വെന്റിലേറ്ററിൽ തുടരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. ഈ കുഞ്ഞിനെ കിണർവെള്ളത്തിൽ മാത്രമാണ് കുളിപ്പിച്ചതെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന് രോഗബാധ ഉണ്ടായത് വീട്ടിലെ അക്വാറിയത്തിലെ വെള്ളത്തിൽ നിന്നാണെന്നാണ് നിഗമനം. ഇതോടെയാണ് സാധാരണ ഇത്തരം അമീബ കാണാറുള്ള കുളങ്ങൾക്ക് പുറമെ കിണറ്റിലും അമീബയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. കിണർ വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന പാളിയിലെ സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലെ സുഷിരങ്ങൾ വഴിയോ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗളേരി എന്ന അമീബ തലച്ചോറിലെത്തുകയും അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. മോണോ റെയിൽ ട്രെയിൻ തകരാറിലാകാൻ കാരണം പിരുതിയിലേറെ യാത്രക്കാർ കയറിയതിനാലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. അമിതഭാരം കാരണം ട്രെയിൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഇത് സാങ്കേതിക തകരാറിലേക്ക് നയിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെ മുംബൈ മൈസൂർ കോളനി സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. 200ഓളം യാത്രക്കാരായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. 70 മുതൽ 75 യാത്രക്കാർ വരെ ഒരു കോച്ചിലുണ്ടായിരുന്നുവെന്ന് ഷിൻഡെ പറഞ്ഞു. 2 മണിക്കൂറിലേറെയാണ് യാത്രക്കാർ കുടുങ്ങിക്കിടന്നത്. പിന്നീട് ഇവരെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ ട്രെയിനിലെ എയർ കണ്ടീഷൻ സംവിധാനവും തകരാറിലായി. ട്രെയിനിന്റെ വാതിലുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. നിറയെ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ AC സംവിധാനം തകരാറിലായതോടെ പലർക്കും ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ടെക്നീഷ്യന്മാർ എത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാതിലുകൾ തുറക്കാനായതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു.
മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരത്തിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. ഇതേ തുടർന്ന് പല ലോക്കൽ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിരുന്നു. ഇതോടെ ട്രെയിൻ യാത്രക്കാർ പലരും മോണോ റെയിലിനെ ആശ്രയിച്ചു. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. യാത്രക്കാരുടെ അമിത ഭാരം കാരണം റെയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞുവെന്നും ഇതാണ് സാങ്കേതിക പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയം അന്വേഷിച്ചു വരികയാണ്. എല്ലാ യാത്രക്കാരുടെയും ആരോഗ്യം പരിശോധിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ, ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൗണ്ടർ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതൽ മുതിർന്ന പൗരന്മാരാണ്. അതുകൊണ്ടുകൂടിയാണ് അവർക്കായി പ്രത്യേക OP കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന ആശുപത്രികളിലും ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നടപ്പിലാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നടിച്ച് രംഗത്തു വന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോഴിതാ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പരാജയമാണെന്ന് വിമർശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി സർക്കാർ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേസ് ഓട്ടോയെ വിമർശിച്ച ഡോക്ടർക്ക് മെമ്മോ നൽകിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടർ വിമർശിച്ചത്. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. സത്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഡോക്ടർക്കെതിരെ ഡോക്ടർക്ക് മെമ്മോയും എത്തിയത്. ഇതിനിടെ ചട്ടവും നിയമവും നിരത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രശാന്ത് IAS രംഗത്തെത്തി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെയൊക്കെ പ്രതികരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ പരസ്യ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കും മെല്ലെപ്പോകിനുമെതിരെ പ്രതികരിക്കുന്നത് ചട്ടലംഘനമല്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ഏത് ക്രമക്കേടും ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു പറയാം, അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. ചീഫ് സെക്രട്ടറി ജയതിലക് നടത്തിയ അഴിമതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാറുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നത്. ഉന്നതര ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. ഇതിനിടെയാണ് സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്തു വരുന്നത്. ഡോക്ടർ ഹാരിസിന് ശേഷം ഡോക്ടർ മോഹൻദാസിനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തിന്റെ വിമർശനം. സർക്കാർ വൃത്തങ്ങളിൽ നമ്മൾ ഒരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട്, സർക്കാരിനെ വിമർശിക്കരുത് എന്നത്. ഇതിൽ എന്താണ് സർക്കാർ കാര്യം, എന്താണ് സർക്കാർ കാര്യം അല്ലാത്തത് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കേഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടന അനുസരിച്ച് വേണം ഉദ്യോഗസ്ഥരുടെ ഭരണം. സാധാരണ സർക്കാർ ജീവനക്കാർ വീടും കുടുംബവും പ്രാരാബ്ധവുമായി ജീവിക്കുന്നവരാണ്. അവരാരും ഫുട്ബോൾ തട്ടും പോലെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. കോടതിയും കേസുമായി നടക്കാനും വയ്യ. അവരെക്കൊണ്ട് മാപ്പ് പറയിക്കാനും നിശബ്ദരാക്കാനും എളുപ്പം കഴിയുമെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു.